ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള റാച്ചറ്റ് ടൂളാണ് ഇതിട്ട്. നോക്കുക, 1 2 3 4 6 7 എണ്ണം ഉണ്ട്. 8 10 12 13 14 17 19 വരെ. അപ്പം നമ്മള് സാധാരണ ഇലക്ട്രിക് റെഞ്ചാണ് കൂടുതൽ ആൾ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും പണി ഈസി ആക്കുന്നുള്ള എല്ലാവർക്കും ആവശ്യം. പണി ഈസി ആവണം, അത് ശരി തന്നെയാണ്. പക്ഷേ ഈസി ആവണമെന്ന് കരുതിയിട്ട് ഇലക്ട്രിക് റെഞ്ച് ഉപയോഗിച്ചിട്ട് കണ്ടമാനം 8 ബോൾട്ട് ഒടിഞ്ഞു പോകണം, ഓവർ ടൈറ്റ് ആവണം, ഓവർ ടോർക്ക് വരിക, രണ്ടത് അയച്ചിട്ട് കിട്ടാതാവുക, അല്ലെങ്കിൽ അലുമിനിയം തൊട്ടൊക്കെ ഓവർ ടോർക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ സാധനം പൊട്ടി പോവുക, പിരി പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ടൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അയച്ചെടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇലക്ട്രിക് റെഞ്ച് ഉപയോഗിച്ച് അയക്കാനാണ് കൂടുതൽ ആൾ ഉപയോഗിക്കുന്നത് തോന്നുന്നത്. ടൈറ്റ് ചെയ്യാൻ വളരെ റയർ ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ത്രെഡ് ക്രോസ് കയറിയപ്പോൾ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് റീസെന്റ് അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് എനിക്ക് എൻ്റെ വണ്ടി തന്നെ കിട്ടിയിട്ടോ, വേറെ വണ്ടി ടൈറ്റ് ചെയ്ത കാറിനാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. നമുക്ക് പണി ഈസി ആക്കുക എന്നുള്ളതിൽ മാനുവൽ ടൂളാണ് ഏറ്റവും നല്ല. മാനുവലിൽ ഏറ്റവും ഫാസ്റ്റ് ആക്കാൻ പറ്റിയ, വർക്ക് ആക്കാൻ പറ്റിയ ടൂളാണ് കാണിച്ചിരുന്നത്. ഇലക്ട്രിക് പിന്നെ മാനുവൽ റെഞ്ചാണ്. സാറിന്റെ ബോക്സ് റാച്ചറ്റ് ആണ് ഉണ്ടാവുക. ഇത് സ്പാനർ കോമ്പി റാച്ചറ്റ് ആണ്. ഇത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ സാധാരണ ഇത് 12 വരുന്നത്. നോക്കട്ടോ, സാധാരണ ഇത് നമ്മൾ കോമ്പിയാണ് ഉണ്ടാക്കി. ഇതിപ്പോ എടുത്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ കളിക്കണം. അപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് അയക്കാന്നുണ്ടല്ലേ. ഇത് ടൈറ്റ് ആക്കാണ്. ഞാൻ തിരിച്ചിടുകയാണ്. തിരിച്ചിടുമ്പോൾ അത് അയഞ്ഞു വരും അല്ലേ. ടൈറ്റ് ആക്കാണ്. ഓക്കെ, ഒരു സിംഗിൾ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല വില വരുന്നുണ്ട് കേട്ടോ ഈ സാധനത്തിന്. ബ്രാൻഡ് നോക്കുക. ഏതായാലും കുഴപ്പമില്ല. നല്ല, ഞാൻ അത്യാവശ്യം ഹെവിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പം കാണുന്നില്ല കേട്ടോ. നിലവിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. വല്ലാതെ ഈ ഒരു കോമ്പിക്ക് വല്ലാതെ വില വരുന്നില്ല. നമുക്ക് ബുള്ളറ്റിന്റെ എനിക്ക് ആവശ്യത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾ ആയതുകൊണ്ടാണ് ഈ ഒരു കോമ്പി സെറ്റ് വാങ്ങിയത്. അപ്പം 1600 1700 രൂപയിൽ മാത്രമേ ഈ സെറ്റിന്, കംപ്ലീറ്റ് സെറ്റിന് വരുന്നുള്ളൂ. പിന്നെ ഓവർ ടോർക്കുള്ള സാധനങ്ങൾ ഇതിൽ ഏതെങ്കിലും ലൂസ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ലൂസ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. കാരണം എനിക്കിത് ഓവർ ടോർക്ക് പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം അത്യാവശ്യം ഈ ഒരു റേഞ്ചിലുള്ള സാധനം ആ ഒരു ടോർക്കിലാണ് ടൈറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല. 13 13 ആ ടോർക്കിലാണ്, 10 10 ടോർക്കിലാണ്, 17 17 ടോർക്കിലാണെങ്കിലും ഓക്കെ അഴിഞ്ഞു വരും. ഓവർ ടോർക്ക് ടൈറ്റ് ചെയ്താണ് ഒരിക്കലും. നമ്മൾ റിങ്ങിട്ട് ജസ്റ്റ് ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് അയച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വാങ്ങി അതിൽ പോയി സൈറ്റിൽ പോയി ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടോ. സൈറ്റിൽ വാങ്ങിക്കാൻ ഇപ്പോൾ ഓഫർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് 1000 സംതിങ് 1600 സംതിങ് ആണ് വില വന്ന്. നമ്മൾ ചെക്ക് ചെയ്യുക. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആണ്. നമുക്ക് 1670 രൂപ പോകണമല്ല. വർക്കിന് ഒരുപാട് ഈസിയായിട്ട് വർക്ക് എടുക്കാൻ പറ്റും. കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ചില ഏരിയയിൽ ഇതൊന്നും ഇലക്ട്രിക് ഒന്നും പിടിക്കാനും പറ്റില്ല, ഇലക്ട്രിക് ടൈറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഇത് ലിമിറ്റഡ് ആണ്. എല്ലായിടത്തും കൊണ്ടുപോയിട്ട് കുറച്ച് വീതിയുള്ളതുകൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. കുറച്ച് ഓപ്പൺ 8 വോൾട്ട് മാത്രമേ അയക്കാൻ പറ്റില്ല. എന്നാലും വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.